താരപ്പകിട്ടിലേക്ക് സ്വാഗതം. പ്രശസ്ത സംഗീതജ്ഞ ഓമനക്കുട്ടി ടീച്ചറാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ടീച്ചറുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് ടീച്ചറെന്നും ചേച്ചിയെന്നും ഒക്കെ വിളിക്കും. ഒരുപാട് ഈ യുവജനോത്സവം നടക്കുമ്പോൾ വളരെ 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 പ്രാധാന്യമുള്ളതാണ്. കാര്യം നമ്മൾ കാണുകയാണ്, വാർത്തയിൽ ഇടം നേടി നിൽക്കുകയാണ്. കുട്ടികളുടെ മത്സരം, കുട്ടികളെക്കാൾ കുട്ടികളുടെ അമ്മമാർ മത്സരിക്കുന്നു. ജഡ്ജസ്, കോടതിയിൽ പോലും ഇത്തരം കേസുകളിൽ അപ്പീലിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം. എങ്ങനെ കാണുന്നു ടീച്ചർ ഇതിനെ? ഇത്തവണ ഒരു 12,000 സ്റ്റുഡൻസാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് ഞാനുമൊക്കെ ആദ്യകാലത്ത് യുവജനോത്സവത്തിന് പോയിട്ടുള്ള വ്യക്തിയാണ്. അന്നൊന്നും ഇങ്ങനെയൊരു മത്സരമല്ല, ഹെൽത്തി മത്സരമാണ്, ആരോഗ്യപരമായിരുന്നു. വെരി ട്രൂ. അതെ, സർഗാത്മകത കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അത് വളരെ കുറച്ച് ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ, ക്ലാസിക്കലായിട്ടുള്ള ഐറ്റംസ്. ഇതൊന്നും ഒപ്പിക്കണ്ടല്ലോ. അന്ന് ഏറ്റവും അവനവൻ ചെയ്യുന്ന മേഖല ഏറ്റവും മികവുറ്റതാക്കുക, അതാണല്ലോ അന്നത്തെ ഒരു പോളിസി എന്ന് പറയുന്നത്. അന്ന് അങ്ങനെ ആയിരുന്നു. അന്ന് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ മനോധർമ്മത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്നൊക്കെ കുട്ടികൾ കാണാതെ പഠിച്ചാൽ പാടുന്നു. ഈ സ്വരമൊക്കെ പിന്നെ കാണാതെ പഠിച്ചല്ല പാടേണ്ടത്, സ്വന്തമായിട്ട് എക്സ്റ്റംപറൈസേഷനാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലെന്ത് തോന്നുന്നു അതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ വേണ്ടതുപോലെ, അതായത് തെറ്റൊന്നും വരുത്താതെ ആ സ്കെയിലിന് ഏത് രാഗത്തിലാണോ പാടുന്ന ആ സ്കെയിലിന് യാതൊരു തെറ്റും അതിൽ വരുത്താതെ, പക്ഷേ എക്സ്റ്റംപറൈസേഷൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ചേച്ചി? എങ്ങനെയെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു രാഗം പാടുന്നതിന്, പിന്നെ സ്വരം പാടുന്നതിന്, നിരവിൽ പാടുന്നതിന്, താനം പാടുന്നതിന്, ഇതൊക്കെ എക്സ്റ്റംപറൈസേഷനാന്ന് പറയും. ഓൺ ദ സ്പോട്ട് ക്രിയേഷൻ. അപ്പോൾ ഓൺ ദ സ്പോട്ട് ക്രിയേഷൻ വേണമെങ്കിൽ എത്രയോ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അത് ഈ കാണാതെ പഠിച്ച് പാടുന്നത് പിന്നെ പാടിയാലും അതുപോലെ ഇരിക്കുള്ളൂ. പക്ഷേ ഈ മനോധർമ്മ സംഗീതമായിട്ട് പാടുമ്പം ഇപ്പോൾ പാടിയതായിരിക്കില്ല അടുത്ത നിമിഷം പാടുന്നത്, അടുത്ത നിമിഷം പാടുന്നതായിരിക്കില്ല അതിനടുത്ത നിമിഷം പാടുന്നത്. ഒരേ രാഗം തന്നെ ആയിരിക്കും. പക്ഷെ അത്ര ഗഹനമായിട്ട് കുട്ടികൾ അന്ന് പഠിച്ചിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് സമയക്കുറവ് കൊണ്ടാണോ കുട്ടികൾക്ക് ഇത്ര? സമയക്കുറവല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ചിലപ്പം ഈ മനോധർമ്മമായിട്ട് പാടുന്ന കുട്ടിക്കാണ് തീർച്ചയായിട്ടും പ്രൈസ് കിട്ടേണ്ടത്. അങ്ങനെ പാടുന്ന കുട്ടികൾക്ക് കിട്ടാത്ത എത്രയോ കേസസ് ഉണ്ട്. ഇത്തരം സത്യങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ചേച്ചി? അവിടെ കറക്റ്റ് അല്ലെങ്കിൽ അത്തരം നല്ല ജഡ്ജസ് കുറഞ്ഞു പോകുന്നു. ജഡ്ജസിൻ്റെ കുറ്റമല്ല, ഇതിന് ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ട, ഒരു എല്ലാ കമ്മിറ്റി കൂടി അവർ ഇങ്ങനെ ആയിരിക്കണം കോമ്പറ്റീഷൻ എന്ന് തീരുമാനിക്കണം. ഇപ്പം കാണാതെ പഠിച്ച് പാടുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുകയില്ല എന്ന് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 10-15 കീർത്തനങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ആ ലിസ്റ്റ് എല്ലാവർക്കും കൊടുക്കുക. ഇതിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പം സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് വന്നല്ലേ പാടുന്നത്, മനസ്സിലായി. ഈ 15 രാഗങ്ങളിൽ നിന്നായിരിക്കും ഒരു കൃതി ചോദിക്കുന്നത്. അത് എവിടെ വേണമെങ്കിൽ സ്വരം പഠിക്കും, എവിടെ വേണമെങ്കിൽ രാഗത്തിൻ്റെ വൈവിധ്യത്തോടു കൂടി പാടുക എന്നൊക്കെ വരുമ്പോൾ കുട്ടികൾ നല്ലോണം പഠിച്ചിട്ടേ വരുള്ളൂ. മറ്റേത് ഇത് ഒരെണ്ണം മാത്രം പഠിച്ച് കാണാതെ പഠിച്ചാൽ വരുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും അതിനെ ഞാൻ എന്താ പറയണ്ടത്, വളരെ സ്വാഗതാർഹത്തോടെ കാണുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ അടിമുടി മാറ്റം വരണം. ഈ കമ്മിറ്റിക്ക് വരണം, സംഗീതത്തിൽ നല്ല ധാരണ വേണം, നല്ല ജഡ്ജസ് ആയിരിക്കണം, ഇത് തിരിച്ചറിയുന്ന ജഡ്ജസ് ആയിരിക്കണം. ആ ഒരു സ്റ്റാൻഡേർഡ് നല്ലോണം ജഡ്ജസിന് വേണം. പിന്നെ പക്ഷപാതം ഒരിക്കലും പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനത്തെ വ്യക്തികളൊക്കെ സുതാര്യത വളരെ കുറവുള്ളൊരു കാലമായിരുന്നു നമ്മുടെ. ആ സുതാര്യമാകണം. പിന്നെ ഇതിൻ്റെ ചട്ടവട്ടങ്ങൾ, എങ്ങനെയാണ് പാടേണ്ടത്, എന്താണ് പാടേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ചട്ടവട്ടം ഉണ്ടാക്കണം, ഒരു റൂൾസ് ഉണ്ടാക്കണം.
എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൂടുതൽ മൂല്യച്യുതി എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത് യുവജനോത്സവ വേദികളിലായിരിക്കുന്നു. ഒരു ഒരു അടിക്കുക എന്നൊക്കെ പറയുന്ന വാർത്തയൊക്കെ അന്തം വിട്ടുപോയി. അല്ല, ഇതൊരു കലയല്ലേ? നമ്മൾ ആദ്യം കലയിൽ പഠിക്കേണ്ടത്, എനിക്ക് തോന്നുന്നു കലയെ അറിയുന്നതിന് മുമ്പ് നമ്മൾ വിനയവും ബഹുമാനവും ഒക്കെയാണ്. ഇവിടെ ഇപ്പം കലയല്ലല്ലോ പ്രശ്നം, ഇവിടെ മത്സരമല്ലേ പ്രശ്നം. കുട്ടികൾ തമ്മിലാണോ, അമ്മമാർ തമ്മിലാണോ? അമ്മമാർ തമ്മിലും പിന്നെ അതുപോലെ തന്നെ ഈ പഠിപ്പിച്ചു വിടുന്ന ഗുരുക്കന്മാർ തമ്മിലും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികളെന്താ, അവർക്ക് പിണക്കം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അടുത്ത നിമിഷം അവർ മറക്കും. അതുപോലെ തന്നെ അർഹതയുള്ളൊരു കുട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അത് വേണ്ടാന്ന് വെക്കാൻ പോലും അതിന് തോന്നിപ്പോവും. ഇനിയും ഇതിൽ എനിക്ക് പാടണ്ട എന്ന് പോലും തോന്നും. കാരണം ഏറ്റവും നല്ല അർഹതയുള്ള കുട്ടി നല്ലൊരു ജഡ്ജ് തന്നെയാണ്. വെരി ട്രൂ. ബാക്കിയുള്ളവർ പാടുന്നതിനേക്കാളും കമ്പയർ ചെയ്ത് അറിയാവുന്ന ഒരു കുട്ടിയായിരിക്കും ഏറ്റവും അർഹതയുള്ള കുട്ടി. ആ അർഹതയിൽ എത്തിപ്പെടണമെങ്കിൽ ആ കുട്ടിക്ക് ഒരു എത്രയോ കാലത്തൊരു പ്രാക്ടീസാണ്. അതെ അതെ അതെ, ആ സാധനയാണ്, സാധകമാണ് ചെയ്യുന്നത് പാട്ടിൽ. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ സ്വജന പക്ഷപാതം കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ക്രൂരതയാണ്, കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അവർക്ക് മാനസികമായിട്ട് പോലും വൈകല്യം വന്നു പോകും. ചേച്ചിയുടെ കാലത്തൊക്കെ, ചേച്ചി അന്ന് ജഡ്ജായിരിക്കുമ്പോഴും അസോസിയേറ്റ് ചെയ്ത കാലത്തൊക്കെ ഇത്തരം അപ്പീലുകൾ ഉണ്ടായിരുന്നു ചേച്ചി? അതല്ലേ രസം. ഞാൻ ഇന്ന് വരെ യുവജനോത്സവത്തിന് മാർക്കിടാൻ പോയിട്ടില്ല. എന്നെ വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ ശാപമേൽക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കിട്ടാതിരുന്ന കുട്ടിയല്ല, അർഹതയുണ്ടായിട്ടും കിട്ടാതിരുന്ന കുട്ടി തീർച്ചയായിട്ടും അതിൻ്റെ മാനസിക ഒരു ദുഃഖം എന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിനെ ചേച്ചിയുടെ ശിഷ്യസമ്പത്ത്, ചേച്ചി ഈ ഇൻഡസ്ട്രിയിലോട്ടുള്ള സംഭാവന എത്രയോ ശിഷ്യഗണങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് ചേച്ചി. അപ്പോൾ മാറി നിന്ന് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അടിമുടി വീക്ഷിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നും ചേച്ചിക്ക് തോന്നിയത് എന്താണ് അന്നത്തെ കാലത്ത്? അങ്ങനെ ഒരു കമ്പാരിസൺ. അന്നത്തെ കാലത്തുള്ള ജഡ്ജസ് ഉണ്ടല്ലോ, ജഡ്ജസായിട്ട് തിരഞ്ഞെടുക്കുന്നവർ അഗാധ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അപ്പോൾ ഇന്നത്തെ പാണ്ഡിത്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നതിലും അപാകതകളുണ്ട്. ഒരു നിഷ്പക്ഷമായിട്ട് ചെയ്യുന്ന ജഡ്ജസ് വളരെ കുറവാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇങ്ങനെ ഈ അർഹതയുള്ളവർക്ക് കിട്ടാതെ പോകുമ്പം എന്തിനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒന്നാമത് ഈ മത്സരങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. ഇപ്പം നമുക്ക് ഒരുപാട് ഇനങ്ങളാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് അത് വളർന്നു. മറ്റേത് വളരെ ചുരുക്കം മത്സരങ്ങളെ ഉള്ളായിരുന്നു. ഒരു സബ്ജക്ട്സ് ഇതുവരെയുള്ള യൂത്ത് ഫെസ്റ്റിവലായാലും യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നും തിരിച്ച് ഈ സിനിമയിലേക്ക് വന്നവരായാലും, അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എത്ര കണ്ടസ്റ്റൻ്റാണ്, അതിലെത്ര പേരാണ് ഉരുത്തിരിഞ്ഞ് റിയൽ കലയിലോട്ട് വന്നിട്ടുള്ളത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ചേച്ചി? വളരെ ചുരുക്കമാണ്. തീർച്ചയായിട്ടും. അതെന്താണ് ഇത്? ഈ ബാക്കി കുട്ടികളൊക്കെ എവിടെ പോകുന്നു? നമ്മൾ കണ്ട മുഖങ്ങൾ എവിടെ പോകുന്നു? ഈ മത്സരത്തിൻ്റെ ഓർക്കുമ്പം എനിക്കറിയാം, പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് വരെ പൈസ എടുത്ത് ഈ ഡാൻസ് പഠിക്കാൻ വേണ്ടി കൊടുത്ത കുട്ടികളെ എനിക്കറിയാം. അവരുടെ അച്ഛനമ്മമാരുടെ പ്രോവിഡൻറ്റ് ഫണ്ട്, അവർക്ക് പൈസ ഇല്ല, കയ്യിൽ പൈസ ഇല്ലാത്തവർ കടം വാങ്ങിച്ചും ഒക്കെയാണ്. ഈ മത്സര ബുദ്ധി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കലയ്ക്ക് അവിടെ സ്ഥാനമില്ലാതാകുകയാണ്. ഈ മത്സര ബുദ്ധി ആദ്യം ഉപേക്ഷിക്കണം, എന്നിട്ട് കലയ്ക്ക് വേണ്ടി പഠിക്കുക. ഇത് മത്സരത്തിന് വേണ്ടി മാത്രമല്ല. പക്ഷെ ആ പക്വത, ആ പാകത, ഇത് നമ്മൾ കുട്ടികളെ മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ, അമ്മമാരെ പഠിപ്പിക്കണം, പേരൻസിനെ പഠിപ്പിക്കണം, ജഡ്ജസിനെ പഠിപ്പിക്കണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാലത്തിലേക്കല്ലേ നമ്മൾ വന്നത്. അതെ, അത് സാധ്യമാണോ? ഇനിയിപ്പം നമ്മുടെ കൈവിട്ടുപോയി. നല്ലൊരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അന്ന് മാറ്റേണ്ടതായിരുന്നു. ഇനിയിപ്പം ആ മത്സരത്തിൻ്റെ ഒഴുക്കിലാണ് എല്ലാവരും. കുത്തൊഴുക്കാണ്. ഒന്നും ഒരർഹതയില്ലെങ്കിലും പറയും. അത് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. എൻ്റെ മോക്ക് അല്ലെങ്കിൽ മോനെ മനഃപൂർവ്വം കൊടുക്കാതിരുന്ന ആ ജഡ്ജ് ഇന്ന ആളിൻ്റെ ആളാണ്, അതാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. ഇല്ലെന്ന് പറയുന്നത് നമ്മൾ രണ്ടു വശവും കാണണം. അതെ, അങ്ങനെ പറയുന്നവരുമുണ്ട്. പക്ഷേ ഇതിൽ അന്യായമായിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട്.
അത് യാതൊരു സംശയമില്ല. നമുക്കെല്ലാവർക്കും അറിയാം ചേച്ചിയുടെ ഏറ്റവും എന്താ പ്രിയപ്പെട്ട ശിഷ്യയായിരുന്നു ചിത്ര ചേച്ചി. ചിത്ര ചേച്ചിയോട് ചോദിച്ചാലും ചിത്ര ചേച്ചി ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. ചേച്ചി എങ്ങനെ ഓർമ്മിക്കുന്നു ആ ഒരു കാലം, ചിത്ര ചേച്ചി വന്ന് പഠിച്ചതും പഠിച്ചു തുടങ്ങിയതും ഒക്കെ ആയ കാലം? ചിത്ര വളരെ കൊച്ചിലെ മുതൽ എൻ്റെ കൂടെ വന്ന് പഠിച്ച കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ശിഷ്യയാണ് ചിത്ര. ഞാനും വളരെ ചെറുപ്പമായിരുന്നു. അന്ന് CCRT എന്ന് പറഞ്ഞ് ഒന്നുണ്ട്, ഈ കൾച്ചറൽ ടാലൻറ്റ് സ്കോളർഷിപ്പ്. അതിൽ കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ഒരെണ്ണം പഠിപ്പിച്ച് വിടണം എന്ന് പറഞ്ഞ് കൃഷ്ണനാരിയേട്ടൻ, ചിത്രയുടെ അച്ഛൻ വന്ന് പറഞ്ഞു. ഞാനിന്ന് ഓർക്കുന്നു, ബിരിബോണി വർണ്ണം അതാണ് പഠിപ്പിച്ച അയച്ച്, ഒരു അടതാള വർണ്ണം. അപ്പോൾ ചിത്ര പോയി പാടി, ചിത്രയ്ക്ക് കിട്ടി. അപ്പോൾ അന്ന് മുതൽ സ്കോളർഷിപ്പിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാലം മുതൽ BA എക്സാം എഴുതുന്നിടം വരെ ആ സ്കോളർഷിപ്പ്. അപ്പം ചിത്രയ്ക്ക് എന്നും വന്ന് പഠിക്കേണ്ടിയിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ സ്കൂളിൽ ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണിയാകുമ്പോൾ വീട്ടിൽ വരും. പിന്നെ ചിത്രയുടെ അച്ഛൻ വരുന്നത് രാത്രി 12 മണിക്കാണ്. അപ്പോൾ അതുവരെ എൻ്റെ മകൾ ലക്ഷ്മി എടുത്തും ഒക്കെ കളിച്ച് നടക്കുകയും ഞാൻ പഠിപ്പിക്കുകയും, അങ്ങനെ ഒരു മണിക്കൂർ പഠിത്തമല്ല, ഒരു ഗുരുകുല വിദ്യാഭ്യാസം, ഏതാണ്ട് ഒരു പരിവേഷം പഠിക്കുന്ന പോലെ. അതാണ് ഇത്രയും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര അറ്റാച്ച്മെന്റ് വരികയില്ല. അതാണ് ചിത്രയ്ക്ക് എപ്പോഴും ആ ഓർമ്മയുള്ളത്. എത്രയോ മണിക്കൂറുകളാണ് എൻ്റെ വീട്ടിൽ ചിലവഴിച്ചിരിക്കുന്നത്. പിന്നെ ചിത്ര യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ട്യൂൺ ചെയ്തിരിക്കുന്ന ഓടക്കുഴൽ, അതാണ് പാടി ആദ്യം കിട്ടുന്ന പ്രൈസ്. പിന്നെ ക്ലാസിക്കലും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിച്ച് അയച്ച് അങ്ങനെ 2-3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ചേച്ചി ആദ്യമായിട്ട് ചിത്ര ചേച്ചിയെ പഠിപ്പിച്ച് ഇപ്പോൾ പറഞ്ഞ 4 അതൊരു വർണ്ണമാണ്. വീരിബോ ഓഗോണി നേ കോ രീ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്ലാസിക്കൽ വർണ്ണമാണ്. ഈ ക്ലാസിക്കൽ സംഗീതം ഇങ്ങനെ ആലപിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോഴാണ് ചേച്ചി എത്രത്തോളം ആൾക്കാർ ഇത് ശരിക്കും ഇന്ന് വളരെ നല്ല ഭംഗിയായിട്ട് ഇത് അറിയാവുന്ന, ആസ്വദിക്കാവുന്ന ധാരാളം പ്രബുദ്ധരായ പ്രേക്ഷകർ കേരളത്തിലുണ്ട്. പക്ഷേ എന്നാൽ അസ്ഥാനത്ത് കൈയടിക്കുന്നവരുമുണ്ട്. ഞാൻ ഒരുപാട് കച്ചേരികൾ, എനിക്ക് സംഗീതത്തോടുള്ള ഇഷ്ടം കാരണം ഞാൻ അസ്ഥാനത്ത് കൈയടിക്കുന്നവരുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് വളരെ നല്ല കാണികളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേച്ചി എങ്ങനെ കാണുന്നു അതിനെ? അതായത് ഈ അസ്ഥാനത്ത് കൈയടിക്കുന്നവരെന്ന് പറഞ്ഞാൽ വേണ്ടത്ര വിവരം ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ പിന്നെ കഥയറിയാതെ ആട്ടം കാണുക എന്നൊരു ചൊല്ലുണ്ട് അല്ലേ, അതെങ്ങനെയാണ് വന്നത്? പിന്നെ കഥകളിയുടെ മുദ്രകളും അതിൻ്റെ ഭാവങ്ങളും ഒക്കെ മനുഷ്യന് മനസ്സിലായെങ്കിൽ മാത്രമേ അത് ആസ്വദിക്കാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിലും എന്ത് രാഗമാണ് ഇപ്പോൾ ഒരാൾ ആലപിക്കുന്നത് എന്നുള്ള ആ രാഗം, അതിനെന്തെല്ലാം വരാം, എങ്ങനെയൊക്കെയാണ് പാടേണ്ടത് എന്നൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് ആസ്വദിക്കാൻ പറ്റും. ഇല്ലാത്തവർ കഥ അറിയാതെ ആട്ടം കാണുകയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിൽ. പിന്നെ ഞങ്ങൾക്കറിയാം ക്ലാസിക്കൽ എന്നിങ്ങനെ വെറുതെ തന്നെ ചിന്തിച്ച് പിന്നെ അസ്ഥാനത്ത് തലയാട്ടുകയും അസ്ഥാനത്ത് കൈയടിക്കുന്നവരും ചുരുക്കമല്ല. അതെ, അവർ മുന്നിൽ വന്നിരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. അതല്ല, ഇപ്പം കച്ചേരിയൊക്കെ നടത്തുമ്പം എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ ഈ താളം എന്ന് പറഞ്ഞാൽ പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്. സംഗീതത്തിലുള്ള ഒരു മാത്തമാറ്റിക്സ് തന്നെയാണ് താളം. അതായത് അത് വളരെ കറക്റ്റായിരിക്കണം. ആ താളം ഇടുന്നത്, ആ താളത്തിലാണ് ഒരു സ്ലേറ്റിനൊരു ഇതില്ലേ വെച്ചിട്ടില്ലേ, അതുപോലെ പാട്ടിനെ ഒരു ബോർഡറുണ്ട്, പിന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് താളം. അപ്പം നമ്മൾ താളം ഇട്ട് പാടുമ്പം നേരെ മുമ്പിലിരുന്ന് അവതാളത്തിൽ ഇങ്ങനെ അടിക്കും. നമ്മൾ പിന്നെ കണ്ണടച്ച് നമ്മൾ എന്നാലും ആ ശബ്ദം സത്യം, എന്നാലും ആ ഉറച്ചാണ് അടിക്കുന്നത്.
ആ ശബ്ദം നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത അരോചകമാണത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ആകുമ്പോൾ ഒന്നും അറിയാൻ ഏത് രാഗം പാടിയാലും ഒരുപോലെ ആയിരിക്കും അവർക്ക്, ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക്. സത്യം. ഇപ്പോൾ മോഹനൻ രാഗം പാടിയാലും കാമ്പോജി പാടിയാലും കല്യാണി പാടിയാലും എല്ലാം അവരുടെ മനസ്സിൽ ആ ആ ആ എന്ന് പാടുന്നു എന്നുള്ളൊരു ഇതാണ് അവരുടെ മനസ്സിൽ. ചേച്ചി ഒരു സംഗീത കുടുംബത്തിൽ നിന്നാണ്. ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, എന്ന് വെച്ചാൽ ഇത്രയും സംഗീതത്തിലെ പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചേച്ചി സിനിമയിലോട്ട് വരാതിരുന്നത്? അത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ദേവരാജൻ മാസ്റ്ററൊക്കെ എനിക്ക് ദേവരാജൻ 10-16 വയസ്സൊക്കെ ഉള്ളപ്പം വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു മാസ്റ്ററുടെ അച്ഛൻ. അപ്പോൾ ഹരിപ്പാട്ട് കച്ചേരിക്കൊക്കെ വരുമ്പോൾ അവിടെ വരും, എന്നെ കൊണ്ട് പാടിക്കും. അപ്പോൾ എന്താ സാറ് സിനിമയെ വിട്ടൂടെ കുട്ടിക്ക്? അന്നൊക്കെ എനിക്ക് ശബ്ദം എത്ര വേണേ പോവും. ക്ലാസിക്കൽ ഒരുപാട് പഠിച്ചാണ് ശബ്ദത്തിനൊരു ലിമിറ്റ് വന്നത്. മറ്റേ ലിമിറ്റ്ലെസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ മറുപടി അവൾ ക്ലാസിക്കൽ പഠിച്ചാൽ മതി. അച്ഛൻ ക്ലാസിക്കലിൻ്റെ ഒരു ആളാണ്. സുന്ദരി പോയി ഇനി പാടണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ സൗന്ദര്യം ഉണ്ടെന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു ധാരണയൊന്നുമില്ല. പക്ഷേ എന്തോ അച്ഛൻ ക്ലാസിക്കലിൻ്റെ കൂടെയായിരുന്നു. ആൺകുട്ടികളെ പോട്ടെ. പിന്നെ ഞാൻ ചെമ്മൻകുടി സാറും അതുപോലെ തന്നെ മാവേലിക്കര ആർ പ്രഭാകരമ്മ സാറും GN ബാലസുബ്രഹ്മണ്യമൊക്കെ പഠിച്ചപ്പം എനിക്ക് തോന്നി എത്രയോ ഗഹനമാണ് കർണാടക സംഗീതം, ഇതിൽ നിന്ന് വിട്ടുപോകണ്ട എന്നൊരു തോന്നൽ എനിക്കുണ്ടായി.